തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപമാണ് നമുക്കിതാ ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. 5 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പോത്തങ്കോട് റൂട്ടിലേക്ക് കുറച്ച് വരുമ്പോൾ അതായത് നമ്മുടെ NH നിന്ന് പോത്തങ്കോട് റൂട്ടിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ വരുമ്പോൾ ആമ്പല്ലൂർ എന്ന് പറഞ്ഞൊരു ജുമാ മസ്ജിദൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തൂടെ കാണുന്ന വഴിയെ അവിടെ നിന്ന് ഏകദേശം 1.2 കിലോമീറ്റർ വന്ന് പള്ളിയാമ്പറമ്പ് ഭദ്രകാളി ക്ഷേത്രത്തിന് നേരെ എതിർവശമാണ് നമ്മുടെ പ്രോപ്പർട്ടി. ആ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രോപ്പർട്ടി വന്നിട്ട് ഏകദേശം 3.5 ഏക്കറിന് മേളിലുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും കാണാൻ നല്ലൊരു വിഷലാണ്. ഞാൻ ഇതിൻ്റെ മേളിൽ കയറിയെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങളിനി പള്ളിപ്പുറം സൈഡിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നോ പാർക്ക് ഫേസ് 4 അതല്ല സൺടെക് ക്യാമ്പസ് അവിടെ നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആണ്ടൂർക്കോണം പോകുന്ന റോഡ് നമ്മൾ കുറച്ച് ദൂരം വരുമ്പോൾ പറമ്പിപ്പാലം എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ഏകദേശം 500 മീറ്ററിലെ പ്രോപ്പർട്ടിയിലെത്താം. അതുപോലെ തന്നെ ആണ്ടൂർക്കോണം ജംഗ്ഷനിൽ നിന്നും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരാനുള്ള വഴിയുണ്ട്. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ ആണ്ടൂർക്കോണം ജംഗ്ഷനിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ്. ആ ഒരു മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഈസിലി ഒരു 500 മീറ്ററിൽ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം. അതുകൊണ്ട് തന്നെ NH വളരെ പെട്ടെന്ന് എത്താവുന്ന രീതിയിൽ വീതിയുള്ള റോഡുള്ള പ്രോപ്പർട്ടി. നമ്മുടെ ഫ്രണ്ടിലുള്ള വീതി നോക്കിയേ, അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ഉള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത്. ടെക്നോ പാർക്കിൻ്റെ ഫേസ് 4 ആയാലും ഇനി അതല്ല ഫേസ് 1 മുതൽ 3 വരെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും വളരെ പെട്ടെന്ന് എത്താം. കാരണം ഇവിടെ നിന്ന് കഴക്കൂട്ടം ജംഗ്ഷനിലേക്ക് 4 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. ബാക്കിയുള്ള വിഷ്വൽസ് കാണാം. ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം ഒരുക്കിയിട്ടുള്ളത്. ഫുള്ളായിട്ട് ഇതുപോലെ നാച്ചുറൽ സ്റ്റോണാണ് നമ്മുടെ മുൻവശത്ത് വിരിച്ചിട്ടുള്ളത്. നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം. നമുക്ക് സാധാരണഗതിയിൽ 4 സെൻറ്റും ഇതിലും കുറേ കൂടെ 1700 സ്ക്വയർ ഫീറ്റൊക്കെ വാങ്ങുന്ന ഒരു വില നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ മുൻവശം. നല്ല അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു വരാന്ത സ്പേസ് ആണ്. മുൻവശത്തുള്ള വാതിൽ കട്ടള എല്ലാം തന്നെ ഈ രീതിയിൽ പ്ലാവിൻ തടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ നേരെ കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. കോമൺ ഏരിയയ്ക്ക് നല്ലതുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലിവിങ് ഏരിയ ആയാലും അതുപോലെ ഡൈനിങ് ഏരിയ ആയാലും നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. ഇവിടെ ആയിട്ട് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. സീലിങ്ങിലെല്ലാം നീറ്റായിട്ടുള്ള ലൈറ്റിംഗ് കൊടുത്ത് ആംബിയൻ ലൈറ്റിംഗ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നേരെ വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ്. ഈ ഒരു ചുമരിൽ നോക്കി ഇവിടേക്ക് ഇങ്ങനെയുള്ള ലൂവേഴ്സൊക്കെ ഒട്ടിച്ച് നീറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. കിച്ചൺ വരുന്നത് ഇതുപോലൊരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. ഇവിടെ നിന്ന് നമ്മുടെ ഡൈനിങ്ങിലേക്ക് ഈസിലി ഫുഡെല്ലാം സെർവ് ചെയ്യാൻ സാധിക്കും. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് നമ്മുടെ അടിവശത്തേക്ക് കാണാം കേട്ടോ. ഈ രീതിയിൽ ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പുൾ ഔട്ട്സ് കൊടുത്തിട്ടുണ്ട്. ചിമ്മിനിയെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇതിൻ്റെ മേളിലേക്ക് നമുക്കിതുപോലെ സ്റ്റോറേജ് കാണാം. ഇത് നമ്മുടെ ബാക്ക് യാർഡാണ്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. അതുപോലെ ചവറൊക്കെ ഇട്ട് കത്തിക്കാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാക്ക് യാർഡ് ഉണ്ട്. കാരണം 5 സെൻറ്റ് സ്ഥലമായതുകൊണ്ട് വീടിന് ചുറ്റുവട്ടം നമുക്ക് ഇറങ്ങി നിന്നാൽ ഒരു ശ്വാസം മുട്ടൽ ഒഴിവാകുന്ന രീതിയിൽ സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. താഴത്തെ നിലയിൽ തന്നെ 2 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂംസാണ് വരുന്നത്. എല്ലാ റൂമുകളിലും നമുക്കിതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. കബോർഡ്, ഡ്രസ്സിംഗ് ടേബിള്, ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ്, താഴത്തെ നിലയിലെ ഫിറ്റിങ്സ്, കമോഡെല്ലാം വരുന്നത് ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ് ആണ്. ഫ്ലഷ് ടാങ്ക് എല്ലാം വാളിനകത്ത് എൻക്ലോസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഷവർ യൂണിറ്റ് ആയാലും ജാഗ്വാറിൻ്റെ ആണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. താഴത്തെ നിലയിൽ ഇതേ വലിപ്പത്തിൽ തന്നെയുള്ള അടുത്തൊരു വലിയ ബെഡ്റൂം കാണാം. ഈ ബെഡ്റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. ബാത്റൂമിനകത്ത് ഫിറ്റിങ്സ് എല്ലാം നേരത്തെ പറഞ്ഞ സെയിം ഫിറ്റിങ്സ് ആണ്. അതായത് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു റെയിലിങ്സ് ഫുള്ളായിട്ട് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടം പോളിഷിംഗ് വർക്ക് പെൻഡിങ് ആണ് കേട്ടോ. ആ പോളിഷിംഗ് കൂടെ കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിക്ക് വരുന്നുണ്ടാവും. മേളിൽ കയറി വരുമ്പോഴും ഇതുപോലെ വലിയൊരു കോമൺ സ്പേസ് തന്നെ കാണാം. സീലിങ്ങിലൊക്കെ നോക്കി ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴത്തെ നിലയിലത്ത് പോലെ 2 ബെഡ്റൂംസ് തന്നെയാണ് വരുന്നത്. അതേ ലേഔട്ടിൽ തന്നെയാണ് 2 റൂമും വരുന്നത്. കബോർഡുണ്ട്. ബാത്റൂമിനകത്ത് ഫിറ്റിങ്സിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഈ ക്ലോസറ്റെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് സെറയുടെ ഫിറ്റിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ താഴത്തെ എല്ലാം ജാഗ്വാർ ആയിരുന്നു. ഇവിടെ ഉള്ളത് സെറയുടെ ഫിറ്റിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതേ കണക്ക് തന്നെ ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതിലും കബോർഡെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ സെറയുടെ ഫിറ്റിങ്സ് ആണ് മേളത്തെ നിലയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ളൊരു ഓപ്പൺ ടെറസാണ്. ഈ സ്റ്റെയറിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പിൻവശം കേട്ടോ. അത്യാവശ്യം നിറയെ വീടുകളുള്ള നല്ലൊരു ലൊക്കേഷൻ. അതുപോലെ തന്നെ മുൻവശത്തുള്ള കാഴ്ചയാണ് നല്ല അടിപൊളി കേട്ടോ. ഇന്നിപ്പോൾ മഴയും കൂടെ പെയ്തപ്പോൾ നല്ലൊരു വൈബാണ്. എന്നുവെച്ചാൽ മഴ പെയ്ത് ഇവിടെ നിന്നുള്ളൊരു വിസിബിലിറ്റി നോക്കിയേ.
ഇവിടെ ഇങ്ങനെ ഒരു കസേര ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മുൻവശത്തുള്ള വ്യൂ. എന്ന് വെച്ചാൽ കണ്ണിന് കുളിരേകുന്ന ഒരു വ്യൂ എന്നൊക്കെ പറയത്തില്ലേ. ഈ ക്ഷേത്രത്തിന് ഏകദേശം ഒരു 3.5 ഏക്കറിന് മേളിൽ സ്ഥലമുണ്ട് കേട്ടോ. അതിനകത്താണ് ഈ ക്ഷേത്രം വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസ് ആണ്. ഓക്കെ, എന്തായാലും പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. ഇതിന് ഉദ്ദേശിക്കുന്ന വില 86 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.